ഹായ് ഓൾ, വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം മൻസാറാണ്. ഇന്ന് നമ്മളെ 1 മാർക്കിന്റെ 20 ചോദ്യങ്ങൾ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവർക്കും ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളാണെങ്കിൽ കൂടി കുറെ കൺഫ്യൂഷൻ ഉള്ള ചോദ്യങ്ങൾ ഇവിടെ വരാറുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ, അല്ല ചെയ്തു നോക്കാം കേട്ടോ. നോക്കാം. ആദ്യ ചോദ്യം ഇതെന്തെന്ന് എല്ലാവർക്കും അറിയാലോ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സൗണ്ട് ഇതിലേക്ക് വരികയാണ്, ഇതിന് പുറത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു മൈക്രോഫോൺ ആണ്. ഈ മൈക്രോഫോണിൽ എ എന്ന് അടയാളപ്പെടുത്തിയ ഈ ഭാഗം ഏത് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതെന്താണ്, അതിൻ്റെ മൂവിങ് കോയിലാണ്, ചലിക്കും ചുരുളാണെന്ന് അറിഞ്ഞു വെക്കുക. ചലിക്കും ചുരുളാണ്. അടുത്ത ചോദ്യം, ചില ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കേണ്ടി വരും, ചിലത് പറഞ്ഞു പോയാൽ മതിയാവും കേട്ടോ. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫേസ് ലൈൻസ്? എന്താ ചോദ്യം? രണ്ട് ഫേസ് ലൈനുകൾ കമ്മിങ് ഔട്ട് ഓഫ് ദ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൽ നിന്നും പുറത്തേക്ക് വരുന്ന രണ്ട് ഫേസ് ലൈനുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യതിയാനം മക്കളെ, അത് 440 വോൾട്ടാണ് കേട്ടോ. അങ്ങനെ തെറ്റിപ്പോവും. എന്താ അറിയോ, എല്ലാവരും എഴുതും, കാരണം ഫേസും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യതിയാനം 220 ആണ്. അപ്പം ഇതിൻ്റെ ഇരട്ടി വിചാരിക്കും, അല്ല 400 വരുള്ളൂ കേട്ടോ. 400 വോൾട്ടാണ് ഫേസും ഫേസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യതിയാനം, മറന്നു പോവരുത്. അടുത്ത ചോദ്യം, ഇഫ് ദ കറന്റ് ഇൻ എ സർക്യൂട്ട് ഈസ് ഹാഫ്ഡ് ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഹീറ്റ് ഡെവലപ്ഡ് ബിക്കം. അതായത് കറന്റ് കുറഞ്ഞു, അപ്പോൾ H=I² RT നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ട് ഹാഫ് ആക്കുന്നത് മനസ്സിലാക്കി വെക്കുക. കറണ്ട് ഇവിടെ ഹാഫ് ആയിട്ടുണ്ട്, അപ്പോൾ ഐക്ക് വരെ നമ്മൾ എന്ത് കൊടുക്കണം, I/2 കൊടുക്കണം. അപ്പോൾ ഐക്ക് വരെ എന്ത് കൊടുക്കുക, I/2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് I/2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു RT എന്നാണ് കിട്ടുക. അപ്പോൾ എന്ത് കിട്ടും, I²/4 2² അല്ലേ ഇവിടെ വരെ, 2² അല്ലേ, 4 RT എന്ന് കിട്ടും. അപ്പോൾ നമുക്കതിനെ 1/4 I² RT എന്ന് എഴുതാൻ പറ്റും. ഭയങ്കര സിമ്പിൾ പ്രോബ്ലം ആണ്. ചില കുട്ടിയെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. നമ്മൾ ജസ്റ്റ് ഐക്ക് പകരം I/2 കൊടുത്തിട്ട് I²/2² ചെയ്ത് കഴിഞ്ഞാൽ 4 താഴെ പുറത്തായിട്ട് വരും. അതിനെ പുറത്തെടുത്ത് എഴുതിയാൽ 4ൽ 1 എന്താവും, കുറയും, 1/4 ആയിട്ട് കുറയും എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഇൻ ഇന്ത്യ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് അറ്റ് ഡാഷ് വോൾട്ട് ഇൻ പവർ സ്റ്റേഷൻ. പവർ സ്റ്റേഷനിൽ എത്ര ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ കയറി ടിക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണെന്ത്, 11 വോൾട്ടോ അല്ലെങ്കിൽ 11,000 കിലോ വോൾട്ടോ, ഇതിലേതൊന്നും ടിക്ക് ചെയ്ത് പോകും. പക്ഷേ മക്കളെ, നിങ്ങൾ ഇതിലൊന്നും കയറി ടിക്ക് ചെയ്യരുത്. എന്താ കാര്യം, 11 വോൾട്ട് എന്ന് പറഞ്ഞാൽ വെറും 11 വോൾട്ടാണ്. 11,000 കിലോ വോൾട്ട് എന്ന് പറഞ്ഞാലോ, അത് വീണ്ടും ഇൻറ്റു 1000 ഇവിടെ വന്നു, അതല്ല വരുന്നത്. ഇതാണ് ഉത്തരം. ഇറ്റ് ഈസ് ഈക്വൽ ടു 11 കിലോ വോൾട്ട്. 11 കിലോ വോൾട്ടിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതായത് 11,000 വോൾട്ടിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഉത്തരം ഏതാണ്, സി ആണ് കേട്ടോ. ചില ആൾക്കാർ 230 വോൾട്ട് എഴുതി വെക്കും. 230 വോൾട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വൈദ്യുതിയാണ് കേട്ടോ. ക്ലിയർ ആണ്, പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം. ഓരോന്നും പഠിച്ചു വെച്ചോളൂ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രകടനം ജനറേറ്ററിന്റെ ആണ്, ജനറേറ്റർ. ഓക്കെ, ഇനി ഇൻഡക്ഷൻ എന്താണ്, അല്ല സെൽഫ് ഇൻഡക്ഷൻ, അത് നിങ്ങൾ പ്രാവശ്യം പഠിക്കുന്നില്ല, എന്നിരുന്നാലും സെൽഫ് ഇൻഡക്ഷൻ ഇൻഡക്ടറുകളാണ്, ഇൻഡക്ടറുകൾ. ഇനി വലത് കൈ നിയമമാണോ, അല്ല, വലത് കൈ നിയമൊന്നുമില്ല. ഇടത് കൈ നിയമമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമായിരുന്നു. ഇടത് കൈ നിയമം മോട്ടോറാണ് അല്ലേ. ഇവിടെ ഉത്തരം ഏതാണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ. ഏതാണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ, മറക്കണ്ട. അടുത്ത ചോദ്യം, തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ പ്രൈമറി ഓഫ് സ്റ്റെപ്പ് അപ്പ്. വൈ? സ്റ്റെപ്പ് അപ്പിന്റെ ഏതാ സ്റ്റെപ്പ് അപ്പ്, ഇതാണ് സ്റ്റെപ്പ് അപ്പ്. സ്റ്റെപ്പ് അപ്പിന്റെ പ്രൈമറിയിൽ തിക്ക് വയറുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അതേപോലെ സ്റ്റെപ്പ് ഡൗണിന്റെ സെക്കൻഡറിയിൽ തിക്ക് വയേഴ്സ് ഉണ്ട്. എന്താ തിക്ക് വയർ കൂട്ടുന്ന അറിയാവോ? നോക്കൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പം ഇവിടെ വോൾട്ടേജ് കൂടിക്കിടക്കുക ചെയ്യാം. അപ്പോൾ ഇവിടെ വോൾട്ടേജ് കുറവായിരിക്കും. വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കുറയും. വോൾട്ടേജ് കുറഞ്ഞാലോ കറണ്ട് കൂടും. അപ്പോൾ ഇവിടങ്ങളിൽ കറണ്ട് എന്തായിരിക്കും, കൂടുതലാണ്. ഇവിടെ കറണ്ട് എന്താണ്, കൂടുതലാണ്. കറണ്ട് കൂടിയാൽ എന്ത് സംഭവിക്കും, അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് കൂടും. അപ്പോൾ അത് കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കത്തിപ്പോന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒറ്റ മാർഗമുള്ളൂ. എന്താണ്, എച്ചിനെ ബാധിക്കുന്ന ഘടകങ്ങൾ, H=I² RT അല്ലേ. ടൈം കുറയ്ക്കാൻ പറ്റുമോ, ഇല്ല.
ഐ കുറയ്ക്കാൻ പറ്റുമോ ഇനി? ഇല്ല. അപ്പോൾ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മാർഗ്ഗം എന്താണ്? ലെങ്ത് കുറയ്ക്കുക. ഓൾറെഡി ലെങ്ത് കുറഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അടുത്ത മാർഗ്ഗം എന്താണ്? ഏരിയ കൂട്ടുക. ആ ഏരിയയാണ് നമ്മൾ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? പ്രതിരോധം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേ ടു ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ് ഇൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? വൈദ്യുത കാന്തിക പ്രേരണ നമ്മൾ പഠിച്ചു. അതിൽ അവിടെ ഉണ്ടായിട്ടുള്ള വൈദ്യുതിയുടെ അളവ് വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ചോദിക്കുന്നത്. നോക്കൂ മക്കളെ, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ് കൂട്ടുക, മൂവ്മെന്റ് സ്പീഡ് കൂട്ടുക. ഇത് മൂന്നും ഉത്തരമായതുകൊണ്ട് നമുക്ക് ഏതാ വരിക? ഓൾ ദ എബോൺ ആൻസർ ആയിട്ട് വരിക. എല്ലാം ഉത്തരമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഒബ്ജക്ട് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി ഓഫ് എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിന്റെ എഫിന്റെയും പിയുടെയും, പി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പോളാണ് കേട്ടോ. പോളാണ്. എഫിന്റെയും പിയുടെ ഇടയിൽ വെച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് ഇമേജ് കിട്ടുക. അപ്പോൾ മിഥ്യയും വലുതുമായ പ്രതിബിംബം കിട്ടും. വിർച്വൽ ആൻഡ് എൻലാർജ്ഡ്. മറക്കണ്ട കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. പി എന്ന് കാണുമ്പോൾ ടെൻഷൻ അടിച്ച് പോകണ്ട, പോളാണത്. പോൾ മീൻസ് ഒപ്റ്റിക് സെന്റർ. ഓക്കെ, ചിലപ്പോൾ പിക്ക് വരെ എന്ത് വരും? നമുക്ക് ഓ എന്ന് വരും, അല്ലെ ലെൻസ് എന്ന് വരും, ചിലപ്പോൾ പി എന്ന് വരും. ഏത് വന്നാലും നിങ്ങൾ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ പെൻഡുലം കംപ്ലീറ്റ് 30 ഓസിലേഷൻസ് ഇൻ 60 സെക്കൻഡ് പീരീഡാണ് ചോദിച്ചത്. ടി ഈസ് ഈക്വൽ ടു ഏതാ ഇക്വേഷൻ? ടി ഈസ് ഈക്വൽ ടു ടി ബൈ എൻ ആണ് അല്ലേ. എഫ് ആണെങ്കിലോ ഫ്രീക്വൻസി ആണെങ്കിലോ എൻ ബൈ ടി ആണ്. അപ്പോൾ ടി എത്രയാണ് ഇവിടെ? 60 സെക്കൻഡ്. എത്ര ദോലനം? 30. 60 by 30 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 2 സെക്കൻഡ് ആണ് അല്ലേ. 2 സെക്കൻഡ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? യെസ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി? പീരീഡും ഫ്രീക്വൻസിയും ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ബന്ധങ്ങളുണ്ട്. പീരീഡും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് 1/f എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് എഫ് ആ ചോദിച്ചത്? എഫ് ഈസ് ഈക്വൽ ടു 1/t ഉണ്ടോ നോക്ക്. 1/t ഉണ്ടോ? യെസ്, എഫ് ഈസ് ഈക്വൽ ടു 1/t. ക്ലിയർ ആണേ? എഫ് ഈസ് ഈക്വൽ ടു 1/t. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ഡാഷ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അനുദൈർഘ്യ തരംഗം. അപ്പോൾ അനുദൈർഘ്യ തരംഗത്തിൽ കമ്പനം എങ്ങനെയാണ് ചെയ്യുക? കമ്പനം ചെയ്യുന്നത് എങ്ങനെ അറിയാലോ? സമാന്തരമായിട്ടാണ് കമ്പനം ചെയ്യുക. അവിടെയാണ് കംപ്രസ്ഡും റയർ ഫ്രാക്ഷനും ഉണ്ടാവുക അല്ലേ. അനുപ്രസ്ഥാണെങ്കിലോ ലംബമായിട്ട് കമ്പനം ചെയ്യും, അറിയാലോ. അപ്പോൾ ഉത്തരം എന്താണ്? സമാന്തരം പാരലായിട്ടാണ് കമ്പനം ചെയ്യുക. പാരലൽ. ഇനി അനുപ്രസ്ഥാണെങ്കിൽ, ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ നോർമൽ, ലംബം അല്ലേ. യെസ്. അടുത്തത്, നെയിം ദ ലെൻസ് ഈസ് ഓൾവേസ് ഫോം വിർച്വൽ ഇമേജ്. മിഥ്യാപ്രതിബിംബം മാത്രം ഉണ്ടാക്കുന്ന ലെൻസ്. മിഥ്യ മാത്രം ഉണ്ടാക്കുള്ളൂ. കോൺവെക്സ് ഉണ്ടാക്കുമോ? മാത്രമല്ല ചോദിച്ചത്, എപ്പോഴും ഉണ്ടാക്കാനാണ് കോൺവെക്സ്. ഇവിടെ വേറൊരു ചോദ്യമുണ്ട്, റിയലും അതേപോലെ വിർച്വൽ ഉണ്ടാക്കാൻ കഴിവുള്ള ആരാണ്? അല്ല, ആൻസർ തെറ്റിപ്പോയി. ഞാൻ മിററിലേക്ക് പോയി. ആൻസർ ഏതാ? കോൺകേവ് അല്ലേ. അപ്പോൾ ഇവിടെ ഇത് കോൺവെക്സ്. രണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ആൾ കോൺവെക്സ്. മിഥ്യ മാത്രം ഉണ്ടാക്കുന്ന ലെൻസാണ് ഏത്? കോൺകേവ്. അടുത്തത്, റിയൽ ഇമേജ് ഇസ് ഓൾവേസ് ഇൻവേർട്ടഡ്. എപ്പോഴും തലകീഴായിരിക്കും, അറിയാലോ. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മതി. അടുത്തത്, വിച്ച് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. ഇതിലേതാണ് അനുപ്രസ്ഥ തരംഗം. അനുപ്രസ്ഥം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് എന്ത് വേണ്ട? മീഡിയ ഒന്നും വേണ്ട. അപ്പം സീസ്മിക്കും പ്രകാശവും അൾട്രാസൗണ്ടും ഒക്കെ എന്താണ്? അനുപ്രസ്ഥമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്ന ശരിക്കും അനുദൈർഘ്യമായിരിക്കും. ഇത് അനുദൈർഘ്യം. അപ്പോൾ ഈ 3 ഓപ്ഷനും കറക്റ്റാണ്. അനുദൈർഘ്യം ചോദിച്ചാൽ എന്താണ്? സൗണ്ട്. ഇത് 3 എന്താണ്? അനുപ്രസ്ഥമാണ്. അപ്പോൾ ഇത് 3 ഓപ്ഷൻസ് ആയിട്ട് വരും. എയും ബിയും സിയും വരും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഇക്വിലിബ്രിയം കോൾഡ്? അതായത് ഇതൊരു പെൻഡുലാണ്. പെൻഡുലത്തിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വിളിക്കുന്ന പേരെന്താണ്? എന്താ വിളിക്കുക? ആംപ്ലിറ്റ്യൂഡ്, ആയതി. അറിയാലോ, ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിനിമം ഡിസ്റ്റൻസ് ഫോർ എക്കോ ഇൻ എയർ. വായുവിൽ പ്രതിനുണ്ടാക്കുന്ന ഏറ്റവും ചുരുങ്ങിയ ദൂരം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇവിടുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ തട്ടി തിരിച്ചു വരണം അല്ലേ. അപ്പോൾ 2D വരും. 2D ആണ് വരിക.
അപ്പോൾ വെലോസിറ്റി എത്രയാണ് 350. ടൈം എത്രയെങ്കിൽ എല്ലാവർക്കും ടൈം 1/10 എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് 350 × 1/10 കിട്ടുക. എന്താണ് D = VT ആണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 35 കിട്ടും. അപ്പോൾ D സമയം എന്ത് കിട്ടും 35/2 കിട്ടുക. അപ്പോൾ എത്രയാ 17.5 മീറ്റർ. ഓക്കെ, ക്ലിയർ? പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് പെൻഡുലം ഫ്രീക്വൻസി ചേഞ്ച് വിത്ത് ഇൻക്രീസ്ഡ് ലെങ്ത്? നീളം കൂടുമ്പോൾ പെൻഡുലത്തിൻ്റെ ആവൃത്തി എന്താവുന്നു? നമുക്കറിയാം, ഒരു പെൻഡുലം ഇങ്ങനെയും ഒരു പെൻഡുലം ഇങ്ങനെയാണ്. അപ്പോൾ ഈ പെൻഡുലം വളരെ പെട്ടെന്ന് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവന് ഹൈ ഫ്രീക്വൻസി ആണോ? ഇവനിങ്ങനെ ആടിക്കൊഴഞ്ഞ് മെല്ലെ ഇങ്ങനെയോ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഫ്രീക്വൻസി കുറവാണ്. അപ്പോൾ ഏതാ ക്വസ്റ്റ്യൻ? ഫ്രീക്വൻസി ലെങ്ത് കൂടുമ്പോൾ കുറയുന്നു അല്ലേ? ഫ്രീക്വൻസി എന്താവും? കുറയും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് എ തിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട് ഓസിലേറ്റിംഗ്? ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ തുലനാവസ്ഥ. ഓക്കെ, അറിയാലോ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. അടുത്തത്, വാട്ട് ഡസ് എ 256 ഹെർട്സ് മേക്കിംഗ് മാർക്കിംഗ് ഓൺ എ ട്യൂണിംഗ് ഫോർക്ക് ഇൻഡിക്കേറ്റ്? ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ഇതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആണല്ലേ അത്. നാച്ചുറൽ ഫ്രീക്വൻസി ആണ്, സ്വാഭാവിക ആവൃത്തിയാണ്. പഠിച്ചു വെക്കുക. ഇനിയുണ്ടോ ക്വസ്റ്റ്യൻസ്? ഇനിയുണ്ട്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസ് ലൈൻ ആൻഡ് എർത്ത് ലൈൻ. ഫേസ് ലൈനും എർത്ത് ലൈനും ആണെങ്കിൽ എത്രയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? നമ്മുടെ ആദ്യ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫറൻസ് 230 വോൾട്ടാണ് കേട്ടോ. നമ്മൾ ഇവയ്ക്കിടയിലാണ് നമ്മൾ ഉപകരണങ്ങളൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. ബൾബും ഫാനും ഒക്കെ കണക്ട് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്കാണ് കണ്ടത്. അപ്പോൾ 230 വോൾട്ട് ഇവർ കിട്ടുകയാണ് ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ ഇതും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് പഠിക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒരിക്കലും കളയാൻ പാടില്ല. നാളെ നിങ്ങൾക്ക് എക്സാമിന് ഇതിലേതൊക്കെ വരുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ വീണ്ടും കാണാം മക്കളെ. ബൈ.